ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ ഏറ്റവും പുതിയൊരു വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്മയെ അടിച്ചിറക്കാട്ടോ ചെയ്യുന്നത് ക്യാപ്റ്റൻ. മല്ലികാമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടിയിറങ്ങാട്ടോ ചെയ്യുന്നത്. ചിത്തിരയ്ക്ക് അത് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. മല്ലികാമ്മ ചിത്തിര ഒരു നോക്ക് പോലും തിരിഞ്ഞു പോലും നോക്കുന്നില്ല കേട്ടോ. അത്രയ്ക്ക് വിഷമാവുന്നുണ്ട് മല്ലികാമ്മയ്ക്ക്. അങ്ങനെ മല്ലികാമ്മ പടിയിറങ്ങി പോകുന്ന കാഴ്ച കണ്ടിട്ട് ചിത്തിരയുടെ നെഞ്ച് തകർന്നു പോവാണ് കേട്ടോ ചെയ്യുന്നത്. ചിത്തിര ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. മല്ലികാമ്മ തിരിഞ്ഞെങ്കിലും നോക്കുമെന്ന് അച്ഛമ്മയെന്ന് മുള്ളിൽ വിളിച്ചുകൊണ്ടാട്ടോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. പെട്ടെന്ന് ഈ ടെൻഷനൊന്നും ചിത്തിരയ്ക്ക് താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. കൊച്ചുകുട്ടി ആയതുകൊണ്ട് തന്നെ അത്രയ്ക്കൊന്നും വിഷമം ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തൊന്നും ആ ചിത്തിരയ്ക്ക് ആയിട്ടില്ല കേട്ടോ. പെട്ടെന്ന് ചിത്തിരയ്ക്ക് തല ചുറ്റുന്ന പോലെ തോന്നുന്നു. മല്ലികാമ്മയ്ക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. മല്ലികാമ്മ ഗേറ്റിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഗേറ്റ് അടച്ച് പൂട്ടുക കേട്ടോ ചെയ്യുന്നു. പെട്ടെന്ന് ചിത്തിര തല കറങ്ങി നിലത്ത് വീഴുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്റ്റനും അതുപോലെ തന്നെ ശംഖുവും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ഇത്രത്തോളം ഒന്നും വേണ്ടിയിരുന്നില്ല, അത് കുഞ്ഞു മനസ്സല്ലേ, അതിനൊരുപാട് വേദനിച്ച് കാണും. നീ എന്തിനാണ് ഇങ്ങനെ ആ കുഞ്ഞിനെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ശംഖു ചോദിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. പെട്ടെന്ന് ശംഖു വന്ന് നോക്കുമ്പോഴത്തേക്കും ചിത്തിര വീണ് കിടക്കുന്ന കാണുന്നു. ഓടി വന്ന് ക്യാപ്റ്റനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ അതിനെ വേദനിപ്പിക്കാൻ പാടില്ല, എന്തേ തല കറങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്, ബോധമില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ക്യാപ്റ്റൻ ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ ശംഖു പറയുന്നുണ്ട്, ദേ ഞാൻ ആശുപത്രിയിലേക്ക് പോവാണ്, ചിത്രയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല, നിൻ്റെ ഈ സ്വഭാവമൊക്കെ ഞാൻ മാറ്റാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. അയ്യോ ശംഖു, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ നിലവിളിക്കാട്ടോ ചെയ്യുന്നത്. എന്തായാലും ഞാനൊന്ന് പോയി വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ശംഖു ഇറങ്ങാട്ടോ ചെയ്യുന്നത്. ഞാനും വരാമെന്ന് പറഞ്ഞു. നീ വരണ്ട, നിന്നെ കണ്ടാലുണ്ടല്ലോ കൂടുതൽ ടെൻഷൻ ആവത്തേ ഉള്ളൂ ചിത്തിരയുടെ അസുഖം കൂടത്തേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചിത്തിരയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ചിത്തിരയെ നോക്കുമ്പോഴത്തേക്കും ചിത്തിരയ്ക്ക് ടെൻഷൻ കൂടിയിട്ട് തലകറക്കം വന്നാട്ടോ. ഉടനെ തന്നെ ശംഖുവിൻ്റെ അടുക്ക പറയുന്നുണ്ട് ചിത്തിര, എനിക്കെൻ്റെ അച്ഛമ്മയെ കാണണം, എനിക്കെൻ്റെ അച്ഛമ്മയെ കാണാതിരിക്കാനായിട്ട് സാധിക്കില്ല അങ്കിളെ, എനിക്കെൻ്റെ അച്ഛമ്മയുടെ അടുത്ത് പോകണം, ഒന്നുകിൽ നിങ്ങൾ എൻ്റെ അച്ഛമ്മയുടെ അടുക്കലേക്ക് എന്നെ പറഞ്ഞു വിട്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ തിരിച്ചു കൊണ്ട് താന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മോള് വിഷമിക്കേണ്ടായിരുന്നു, മോളുടെ അച്ഛമ്മ എവിടെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നും ഇനി ക്യാപ്റ്റൻ്റെ തീരുമാനമല്ല ഇക്കാര്യത്തിൽ നടക്കാനായിട്ട് പോകുന്നതെന്നും എൻ്റെ തീരുമാനമാണെന്നും എൻ്റെ വാക്കാണെന്നും പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ പല കാര്യങ്ങളും മൗനമായിട്ട് നിന്നതാണ് ഇതിനെല്ലാം കാരണമെന്നും ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്നതിൽ ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ് ക്യാപ്റ്റൻ ചെയ്തതെന്നും അതിന് ഞാൻ പരിഹാരം കാണുമെന്നും പറയുന്നു. പിന്നീട് മല്ലികാമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. മല്ലികാമ്മ ഇവരെ അറിയുമ്പോൾ ഓടി വരിക കേട്ടോ ചെയ്യുന്നത്. എന്ത് പറ്റി എൻ്റെ ചിത്തുവിനെന്നും ചോദിച്ചുകൊണ്ട്. അച്ഛമ്മയെ കാണാതായപ്പോൾ എനിക്കെന്തോ കണ്ണൊക്കെ അടയുന്നത് പോലെ തോന്നി, മൊത്തം ഇരുട്ടായിപ്പോയി അച്ഛമ്മ പോകുന്നത് കണ്ടപ്പോൾ, എനിക്ക് സഹിക്കാനായിട്ട് സാധിച്ചില്ല, ഞാൻ കാരണമാണല്ലോ അച്ഛമ്മയ്ക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വന്നെന്ന് ചിത്തിര പറയുമ്പോൾ മല്ലികാമ്മ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇങ്ങനെയുണ്ട് ചിത്രയ്ക്ക് സുഖമായല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്യാപ്റ്റൻ ചിരിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും ശങ്കർദാസ് പൊട്ടിത്തെറിയുക കേട്ടോ ചെയ്യുന്നത്. നീ ഒരു അക്ഷരം മിണ്ടിപ്പോരുതെന്നും ഇനി ഇവിടെ തീരുമാനം എടുക്കാൻ പോകുന്നത് ഞാനാണെന്നും നിൻ്റെ ഒരു തീരുമാനം ഇവിടെ നടക്കില്ല, ആ കുഞ്ഞ് അനുഭവിച്ച വേദന നീ അനുഭവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ പൊട്ടിയൊരു കാരണക്കുറ്റി നോക്കി ക്യാപ്റ്റന് കൊടുക്കാട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റനാണെങ്കിൽ സിറ്റിയിൽ പോയി വീഴുകട്ടോ ചെയ്യുന്നത്. ക്യാപ്റ്റന് നല്ല രീതിയിൽ അത് കൊള്ളുന്നുണ്ട് കേട്ടോ. ഇപ്പം എങ്ങനെയുണ്ട്, നിനക്ക് വേദനിക്കുന്നുണ്ടോ? ശരീരത്തിനേറ്റ വേദനയെക്കാട്ടിലും 100 മടങ്ങ് വേദനയാണ് ആ ചെറുപ്രായത്തിൽ ആ കുഞ്ഞ് അനുഭവിച്ചത്. അതിനെ ഇവിടെ കൊണ്ടുവന്നത് പീഡിപ്പിക്കാനല്ല, വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിൻ്റെ കാര്യത്തിൽ നീ ഇടപെട്ട് പോകരുത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആ സ്ത്രീ ഇവിടെ നിൽക്കുന്നതാണ് ചിത്തിരയ്ക്ക് ഇഷ്ടമെങ്കിൽ ഞാൻ ആ സ്ത്രീയെ തിരിച്ചു കൊണ്ടുവരും, ഇവിടെ നിർത്തുകയും ചെയ്യും. ചിത്തിരയുടെ സന്തോഷമാണ് പ്രധാനം. ഇനി ചിത്തിരയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ വാക്കിനൊരു വിലയില്ലേ എന്ന് ക്യാപ്റ്റൻ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇനി വേണോ നിനക്ക് അടിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ആണെങ്കിൽ ആകെപ്പാടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. പിന്നീട് മല്ലികാമ്മയെ തിരികെ കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ ചെയ്യുന്ന ശങ്കർദാസ് എല്ലാ തെറ്റുകൾക്കും മല്ലികാമ്മയോട് മാപ്പ് പറയുന്നുണ്ട്. ഞാൻ കുറച്ചും കൂടെ പ്രതികരിക്കണമായിരുന്നു, അവളുടെ താളത്തിന് തുള്ളാൻ വേണ്ടി ഞാൻ നിന്ന് കൊടുത്തതാണ് എല്ലാത്തിനും കാരണം. ചിത്തിര ഈ അവസ്ഥയിലെത്തിയതിൽ എനിക്ക് വളരെയധികം സങ്കടമുണ്ട്. ഇനി ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം. ഇനി ആ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനായിരിക്കും, അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചിത്തിരയെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ നിർത്താം, കാരണം എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളെ പിരിച്ചാൽ ചിത്തിരയില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയും. അങ്ങനെ മല്ലികാമ്മ അകത്തേക്ക് കയറി വരുമ്പോൾ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞാൻ ചെയ്തു പോയത് കുറച്ച് കൂടിപ്പോയെന്ന് എനിക്കറിയാം, എന്തായാലും നിങ്ങൾ തിരികെ വന്നല്ലോ, അത് തന്നെ കാര്യം. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ക്ഷമ തരണമെന്നൊക്കെ ക്യാപ്റ്റൻ പറയട്ടോ ചെയ്യുന്നത്. അതൊന്നുമില്ല മാഡം, എനിക്കൊന്നുമില്ല, എനിക്ക് ഇവിടെ കഴിയണം, അല്ലെങ്കിൽ ചിത്തുവിനോടൊപ്പം കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ചിത്തിരയ്ക്ക് സന്തോഷമാകുമല്ലോ എന്ന് ക്യാപ്റ്റൻ പറയുന്നു. സന്തോഷമാകാതിരിക്കില്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇവരെ കൊണ്ടുവന്ന് ചിത്തിരയെ കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചിത്തിരയുടെ അടുക്കലേക്ക് കൊണ്ടുപോകാട്ടോ ചെയ്യുന്ന മല്ലികാമ്മ. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കൂടെ ഇവിടെ സന്തോഷമായിട്ട് കഴിയാം, ഇനി ഞാനായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് ക്യാപ്റ്റൻ പറയും. അങ്ങനെ ചിത്തിരയും മല്ലികാമ്മയും വീണ്ടും ഒന്നിക്കാട്ടോ ചെയ്യുന്നത്. ചിത്തിരയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മല്ലികാമ്മ. അങ്ങനെ ഇപ്പോൾ എല്ലാ അസുഖവും മാറിയോ ചോദിക്കുന്നത്, എല്ലാം മാറി അച്ഛമ്മയെ കണ്ടപ്പോൾ എന്ന് ചിത്തിര പറയുന്നു.